ഇവിടെ ഇരുന്ന ഇവളുടെ റൂം 3rd ഫ്ലോറിലാണ്, അതും പുറത്തുനിന്ന് കാണുന്ന രീതിക്കാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ ഈ റൂമിക്ക് നോക്കിയത് ഇവളുടെ റൂമിന്റെ വിൻഡോസ് ഓപ്പൺ ആണ്, കർട്ടൻ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ കർട്ടന്റെ ബാക്കിൽ ഒരു പെൺകുട്ടിന്റെ രൂപം ഇങ്ങനെ നിൽക്കുന്നത് കറക്റ്റ് നീലവൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നോക്കുമ്പോ. അങ്ങനെ ഇവിടെ വേഗം ഫോൺ എടുത്ത് ഈ ഫ്രണ്ടിനെ വിളിച്ച്, ഫ്രണ്ടിനെ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല, കാരണം ആ ഒരു ടൈം ആണല്ലോ. അങ്ങനെ കുറെ വട്ടം ഡയൽ ചെയ്ത് ലാസ്റ്റ് ഫോൺ എടുത്തപ്പോ വേഗം എന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന് ചോദിച്ചിട്ട് ഇവര് വേഗം വന്ന് അങ്ങനെ ഇവിടെ കൊണ്ടുപോയി. എന്റെ അപ്പൊ തന്നെ ഇവള് വേഗം ഓണറിന്റെ നമ്പർ എടുത്ത് ഓണറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് റൂം വെക്കേറ്റ് ചെയ്യണം, പറ്റൂല, നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇയാളെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഇല്ല കേട്ടോ, അതായത് പ്രെഡിക്റ്റബിൾ ആയി നിൽക്കുന്ന പോലെ തന്നെയാണ്. ആൻഡ് ഇയാൾ പറഞ്ഞു ഞാനിപ്പോ ഇയാളുടെ കഥ പറയേണ്ടിയിരുന്നില്ല, അതുകൊണ്ടല്ലേ ഇയാൾ ഇത്ര പേടിച്ചേന്ന് പറഞ്ഞ്. അതായത് ലൈക്ക് ഒരു കള്ളത്തര വർത്താനം, അതായത് ജസ്റ്റ് ഒരു കണ്ണ് പൊടിയിടുന്ന വർത്താനം അങ്ങനെ പറഞ്ഞാണ്ട് ഇയാള് റൂം മാറിക്കോന്നുള്ള രീതിക്ക് ഓണർ പറഞ്ഞ്. അങ്ങനെ ഇവക്കാന്നുണ്ടെങ്കിൽ ഈ റൂമിക്ക് ഇനി സാധനങ്ങൾ എടുക്കാൻ കൂടി പോകാൻ കഴിയൂല കേട്ടോ, കാരണം അത്ര ഇവള് മരണപ്പേടി പേടിച്ചിക്കണേ. ഇനി അവർക്ക് ആ റൂമിൽ കയറലേ നടക്കൂല. അങ്ങനെ ഇവളുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടും അവന്റെ തന്നെ ഒരു ഫ്രണ്ടും റൂമിൽ പോയിനാണ്ട് ഇവളുടെ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വന്ന്. അങ്ങനെ പിന്നെ ഈ കുട്ടി റൂമിക്ക് പോയിട്ടില്ല കേട്ടോ, ഈ ഫ്ലാറ്റിന്റെ അങ്ങോട്ടേക്ക് ഈ കുട്ടി പിന്നെ പോയിട്ടില്ലേ. അങ്ങനെ ഒരു 2-3 ഡേയ്സ് ഈ ഫ്രണ്ട്സിന്റെ കൂടെ സഞ്ജന നിന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഹോസ്റ്റൽ കിട്ടിയപ്പോ അങ്ങോട്ടേക്ക് വെക്കേറ്റ് ആയി. പിന്നെ അവിടെ നിന്നോള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഇവിടെ നാട്ടിൽ വന്നപ്പോഴൊക്കെ ഇവിടെ നാട്ടിലത്തെ ഫ്രണ്ട്സിനോടും വീട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞ് ആരും ഇത് വിശ്വസിക്കുന്നില്ല. കാരണം ഇക്കത് പക്ക നമ്മളൊരു പടം അല്ലെങ്കിൽ സീരീസ് കാണുന്ന പോലെ തന്നെയല്ലേ, റിയൽ ലൈഫിൽ ഒരാൾക്ക് ഇത് സംഭവിച്ചാന്ന് പറയുമ്പോൾ നമുക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത്രയാണ് സ്റ്റോറി. നിങ്ങൾക്ക് ഈ സ്റ്റോറി കേട്ടിട്ട് എന്താ തോന്നുന്നത് എന്നുള്ളത് പറയണേ. ആൻഡ് എനിക്ക് ഈ സ്റ്റോറി പറഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും കേട്ട ടൈമിലാണെന്നുണ്ടെങ്കിലും തോന്നിയ ഒരു കാര്യമുണ്ട്. ഓണർ പറഞ്ഞിട്ട് മാത്രമേ മറ്റേ സഞ്ജനന്റെ കഥ നമ്മളെ സഞ്ജനക്ക് അറിയുള്ളൂ. ഈ ഓണർ പറഞ്ഞ കഥയിൽ എനിക്ക് എന്തോ പ്രശ്നം തോന്നിക്കണം. എനിക്കറിയില്ല, മേ ബി ഗട്ട് ഫീലിംഗ് ആക്കാരം. ആ ഫ്ലാഷ് ബാക്കിൽ എന്തോ മിസ്റ്ററി എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി റേപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ അത് കേസ് ആവാണ്ട് നിൽക്കാന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കാം, അറിയില്ല. നിങ്ങൾക്ക് ആ ഒരു ഫീല് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് പറയണേ. ആൻഡ് ഈ ഓണർ കള്ളത്തരാണ് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിനും വലിയ എന്തെങ്കിലും കഥയാവില്ല ശരിക്കും നടന്നിട്ടുണ്ടാവുക. എന്തായാലും നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യണേ.